ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ. ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്നോ ക്രിസ്മസിന് ഒരു ദിവസം 2 ദിവസം മുമ്പ് എന്തുവാണ് ഇട്ടത്. പിന്നെ അത് നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാനും പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്ലാസ്സിലൊക്കെ ഒട്ടിക്കൽ ഭയങ്കര പണിയായിരുന്നേ. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഗ്ലാസ്സിൽ ഒട്ടുന്നില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു കണക്കിനൊക്കെയാണത് എന്തൊക്കെയോ ചെയ്തിട്ട് വേറെ ഏതോ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഊരും എന്താവുമെന്ന് എനിക്കറിയത്തില്ല ഗ്ലാസ്സിൽ നിന്ന്. പിന്നെ വേറൊന്നും അല്ല കേട്ടോ, ഇതിപ്പം ഞങ്ങളിത് ഇട്ടിട്ട് നമ്മൾ എന്നാ ഇട്ടത്, ഡിസംബർ 24th 23rd നമ്മളിത് ഇട്ടത്. എനിക്ക് തോന്നുന്നു 24th 25th 26th 27th ഈ സമയത്തൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്നും ഇട്ടു. പിന്നെ അങ്ങ് ഇട്ടില്ല എന്നേ. ലേറ്റായിട്ട് ട്രീ ഇട്ടത് കൊണ്ട് ഞാൻ കരുതി ജനുവരി ലാസ്റ്റ് വരെ ട്രീ അങ്ങ് കിടക്കട്ടെ, നല്ല ഭംഗിയായിരിക്കുമല്ലോ എന്ന് കരുതി. പക്ഷേ ഈ അപ്സ്റ്റെയറിൽ കൊണ്ടുവന്ന് നമ്മൾ ട്രീ വെച്ചില്ലേ, അത് അപകടമെന്നായി. കാരണം ആർക്കാണ് അപ്സ്റ്റെയറിൽ വരാനുള്ളൊരു സമയം? ആൾക്കൂടി അപ്സ്റ്റെയറിൽ വരുന്നത് ഇവയാണ് കേട്ടോ. കാരണം ഇവരുടെ ബെഡ്റൂം ഇവിടെയാണല്ലോ. എന്നിരുന്നാലും ട്രീയിൽ ലൈറ്റ് ഇടാനും അവളും അങ്ങ് വിട്ടുപോകും. പിന്നെ ഞാനാണല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഞാനാണെന്നുണ്ടെങ്കിൽ താഴത്തെ പണിയിൽ ഇതെല്ലാം അങ്ങ് വിട്ടും പോവും. അതുകൊണ്ട് ഇട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ആൾക്കൂടി രാവിലെ സമയങ്ങളിൽ കാണാൻ പറ്റും, രാത്രി ആകുമ്പോൾ കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത്, വെറുതെ ആവശ്യമില്ലാണ്ട് അങ്ങനെ ഇടണ്ട, അത് മാറ്റി വെക്കൂ, അത് എടുത്ത് വെക്കൂ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ഇയറിൽ ഇപ്പോൾ പറഞ്ഞു നമുക്ക് ക്രിബും കൂടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഈശ്വരൻ നമുക്ക് അതിനുള്ള അനുഗ്രഹം തരട്ടെ. നമുക്ക് ക്രിബും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ. ഇതിപ്പം ഊരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞത് ഫുൾ എയർ ടൈറ്റ് ആക്കിയിരിക്കുകയാണല്ലോ. നമ്മൾ ഈ ഗ്ലാസ് വെച്ച് അടച്ചിട്ടിരിക്കുക. കാരണം നമ്മുടെ ബാൽക്കണിയിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്, നമുക്കിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പർ ലിവിങ് കുറവാണ്, അതിന് പകരമാണ് ബാൽക്കണി വന്നിരിക്കുന്നതല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എയർ ടൈറ്റ് ആക്കി ഇനി AC വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതായത് നമുക്കൊരു കർട്ടൻ ഇടണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പതിയെ 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 നമുക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ AC മസ്റ്റായിട്ട് വേണം, കാരണം AC യിലാണ്ട് നിൽക്കാൻ പറ്റില്ല. നമുക്കെന്തോ ഭയങ്കരമായിട്ട് ചൂടെടുത്ത് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ അഴിച്ചൊക്കെ നല്ല സുന്ദരി തരുണിമണിയായിട്ട് വന്ന് നിൽക്കുക. പക്ഷേ തരുണിമണി കുറച്ച് കഴിഞ്ഞപ്പോൾ താഴ്ത്ത് വന്നപ്പോൾ തരുണിമണിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഷോക്ക് അടിച്ചോണമായിരുന്നു. അത്രയും ചൂടെടുത്തിട്ടേ കൊച്ചിനും കൂടെ വല്ലാണ്ടായിപ്പോയി. പിന്നെ ഈ ഒരു ട്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോരോ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും താഴെ. അപ്പം ഇവ പറയുമായിരുന്നു അതൊന്നും അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിടല്ലേ, പിന്നെ അത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. ട്രീ നല്ലതായിരുന്നു കേട്ടോ. ട്രീ ഇച്ചിരി വേറെ മോഡലായിരുന്നു, കാരണം അതിന് ഇത്തിരി ക്വാളിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അധികമൊന്നും അതിന് ഇളകി പോകുന്നില്ലായിരുന്നു. ഇത് ഞാൻ നമ്മളുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഗാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് എനിക്കിത് ഞാൻ അവിടെ നിന്ന് ബില്ല് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് അവിടെയുള്ളൊരു സ്റ്റാഫ് കൊണ്ട് തന്നതാട്ടോ. ചേച്ചി ഈ ഒരു മോഡലുണ്ട്, ഇത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ റേറ്റ് ചോദിച്ചിട്ടോ, കാരണം മറ്റതിൽ നിന്ന് ഭയങ്കര റേറ്റ് വ്യത്യാസമാണെങ്കിൽ വേണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ ഇല്ലേ, കുഴപ്പമില്ലായിരുന്നു റേറ്റ്. എൻ്റെ പട്ടി ഷോയാണല്ലേ, ഇതാണ് പട്ടി ഷോ. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ കുട്ടികൾ ഇരിക്കത്തില്ല. കാരണം പ്രത്യേകിച്ച് സെറേനി വേനയൊക്കെ ഇരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽ ഒരാളായിട്ട് മാറണം, ഇല്ലാണ്ട് നമ്മളുടെ കൂടെ ഇരിക്കത്തില്ല ശരിക്കും. പക്ഷേ എപ്പോഴും ഇങ്ങനെയൊന്നല്ല കേട്ടോ. എൻ്റെ താടക മനോഭാവമുള്ള, എനിക്ക് പ്രത്യേകിച്ച് ഈ പീരീഡ്സൊക്കെ ആവുന്ന ടൈമിലുള്ള എൻ്റെ ദേഷ്യം കണ്ടാലുണ്ടല്ലോ എന്നെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാൻ തോന്നും. അതുമാതിരി വൃത്തിയിട്ട സ്വഭാവമാണ് എൻ്റെ. പക്ഷെ ഞാൻ അങ്ങനെ വലിയ കുഴപ്പക്കാരത്തിന്നല്ല. എന്താ പറയുക, നമ്മുടെ ശരീരം വളർന്നു, പ്രായം പോയി, നമ്മുടെ മനസ്സ് അതിൻ്റെ ഒപ്പം എത്തിയിട്ടില്ല എന്നുള്ളൊരവസ്ഥ, അത്രയേ ഉള്ളൂ. ഇതിലും കഷ്ടമാണ് ഹസ്ബൻഡിൻ്റെ അവസ്ഥ. ഹസ്ബൻഡിനെ കാണുമ്പോൾ തോന്നും ഭയങ്കര ഗൗരവമുള്ള ഭയങ്കര ചിട്ടയായ മനുഷ്യനാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ ഓർക്കും എങ്ങനെയാണ് ഡിഫൻസിൽ കയറിയത് ഈ മനുഷ്യന്ന്. പക്ഷേ ജോലിയുടെ കാര്യത്തിൽ ഭയങ്കര പക്ക കറക്റ്റ് ആണെന്നുണ്ടെങ്കിലും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അല്ലാതെ ഈ സിവിലായിട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ഗ്രോസറി പർച്ചേസിങ് ആണ് ഞാനും ഇങ്ങേരും തമ്മിൽ ഇടി വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഗ്രോസറി പർച്ചേസിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ പറയും ഒന്നില്ലെങ്കിൽ അമ്മ പോ, അല്ലെങ്കിൽ ഡാഡിനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം ഇടി വരും അവിടെ. എനിക്ക് നോക്കി പതിയെ നടന്ന്, ലേഡീസിന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, നോക്കി നടന്നൊക്കെ എടുക്കണം. ഇങ്ങനെയല്ല, ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ 10 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 9:30 മണിക്ക് കൊണ്ടുപോയിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെ പരദൂഷണമായിപ്പോയി, പോട്ടെ, നമുക്ക് വേറെ പറയാം. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ജോലിയുടെ കാര്യത്തിൽ ഭയങ്കര പങ്ക്ച്വലാണ്, അല്ലാതുള്ള കാര്യത്തിൽ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത കൂടി പോയിട്ടില്ല. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ, ഉള്ള കാര്യം തുറന്ന് പറഞ്ഞതേ ഉള്ളൂ.
പിന്നെ വന്നിട്ട് നമ്മൾക്ക് ഈ സംഭവങ്ങളൊക്കെ മാറ്റിയെടുത്ത് വെക്കാം. കാരണം ഇതൊക്കെ നെക്സ്റ്റ് ഇയറിലേക്ക് യൂസ് ചെയ്യാമല്ലോ. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അതിന് പറഞ്ഞ പേരെന്താ, റീത്തോ? ഷോ ക്രിസ്മസിന് മറ്റേ ഗോൾഡൻ കളറുള്ള റീത്ത് പോലത്തെ സംഭവമില്ലേ. അപ്പോൾ അത് ഞങ്ങളുടെ ഗ്ലാസ് നമ്മളത് എടുത്തു വാവാ. അപ്പം അതെടുത്തു. പിന്നെ ഇനിയിപ്പോൾ അത് ചെറിയ പാടുള്ളൂ കേട്ടോ, വലിയ പാടൊന്നുമില്ല ഗ്ലാസ്സിൽ. ഞങ്ങൾ ഭയങ്കര, അതായത് എനിക്ക് തോന്നുന്നത് ഞങ്ങളിത് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഡെക്കറേഷൻസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കരുതി ഒരു 1 അവർ 1.5 അവറിനുള്ളിൽ തീരും എന്ന് കരുതി. പക്ഷേ തീർന്നില്ല. വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. ഏകദേശം 2:30 ആ സമയമൊക്കെ, അതായത് വെളുപ്പിന് 2:30 മണിയായി ഞങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പം. ഊരിയെടുക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല, ഒരുക്കാൻ നല്ല പ്രയാസമായിരുന്നു കേട്ടോ. എന്നാലും കുറച്ചും കൂടെ നല്ലൊരു ക്ലാസ് ലുക്ക് വന്നായിരുന്നു, ഒട്ടും ഓവറല്ലാത്ത രീതിയിൽ വന്നായിരുന്നു. ആ കിടക്കുന്ന ജിങ്കിൾ ബെൽസൊക്കെ ഇല്ലേ, അതൊക്കെ ഞങ്ങൾ അഡീഷണൽ അതിലോട്ട് കണക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ജിങ്കിൾ ബെൽസും ഒന്നും ഇല്ലായിരുന്നു അതുമ്മ. നേരെ ഡയറക്റ്റ് ഇങ്ങനെ നേരെ ആ ഗ്രീൻ കളറിലെ ആ തോരണമെന്നല്ലേ അതിനെ പറയുന്നത്, ആ സംഭവം മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ ജിങ്കിൾ ബെൽസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട്, അതൊക്കെ നമ്മളുടെ തൂക്കിയിട്ട് കൊടുത്തത് ഞാൻ. ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചത് ഇവയായിരുന്നു കേട്ടോ. നല്ല പണിയായിരുന്നു ഇവയ്ക്ക്. ഇവ ഭയങ്കര എന്താ പറയണത്, ഭയങ്കര ക്ഷമയോടെ ഇവ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനിങ്ങനെ വലിച്ചു പറിച്ചെടുക്കാൻ എന്നിലും പിടിക്ക് വേറെ ആരുമില്ല. പക്ഷെ ഇതെല്ലാം വെക്കാൻ ആ കൊച്ചെടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല എഫേർട്ട് എടുത്തു പാവം കേട്ടോ. കാരണം അവൾ എക്സാമൊക്കെ കഴിഞ്ഞൊക്കെ വന്ന ടൈമായിരുന്നു, എന്നിട്ട് പോലും അവൾ എൻ്റെ ഒപ്പം നിന്നിട്ട് അവൾ ചെയ്തു തന്നു എന്നുള്ളത് വേണം പറയാൻ. പിന്നെ വന്നിട്ട് ഈ ലൈറ്റും ഒരു ലൈറ്റ് ഞങ്ങൾ അഡീഷണൽ വാങ്ങിച്ചതാണ്. വേറെ ലൈറ്റ് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് താഴെ കൊണ്ടൊന്നും വെച്ചില്ല, ഇന്ന് സൈഡിൽ വെച്ചു. കാരണം ഇത് ഊരിയെടുക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ ചൂടെടുത്തിട്ട് നമ്മൾ ഫെഡപ്പായി പോയി. അപ്പം ഞങ്ങൾ സൈഡിലാണ് എടുത്ത് വെച്ചത് കേട്ടോ. പിന്നെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ ആയിരുന്നു ഭംഗി. സത്യം പറഞ്ഞാൽ വൈറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. വൈറ്റ് ഞാനപ്പോൾ ആദ്യം കരുതിയായിരുന്നു നമ്മളെ ട്രീയിൽ നമുക്ക് വൈറ്റ് ഇങ്ങനെ റോൾ ചെയ്ത് ഇടാമെന്ന്. പക്ഷേ ട്രീയിലിടാൻ പറ്റിയില്ല. അപ്പം ആ ഒരു ക്ലാസ് ലുക്ക് വരത്തില്ല എന്ന് പറഞ്ഞു ഇവ. പക്ഷേ ഗ്രീൻ നല്ല രസമായിരുന്നു കേട്ടോ. ഗ്രീനിൽ ഇങ്ങനെ ജിങ്കിൾ ബെൽസൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഗ്ലാസ്സിൽ ഒട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒട്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ ലൈറ്റിൻ്റെയൊക്കെ ഒട്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിലിൻ്റെ സൈഡിൽ ആണ് ഒട്ടിച്ച് വെച്ചത്. ഗ്ലാസ്സിലേക്ക് അത് ഒട്ടാൻ നല്ല പ്രയാസമായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ലാസ്റ്റ് നമ്മളുടെ ഫൈനലായിട്ടുള്ള സംഭവത്തിലെത്തി. ഇതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമല്ലേ. ഞങ്ങളുടെ കുഞ്ഞിലെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ വൈക്കോലും അതുപോലെ തന്നെ എന്താ പറയണത്, അങ്ങനത്തെ കാർഡ്ബോർഡൊക്കെ കൊണ്ടൊക്കെ വീട്ടിൽ ഉണ്ടാക്കലായിരുന്നു പതിവ്. അതായത് നമ്മളുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലും അതൊക്കെ ഇത് രസമായിരുന്നല്ലേ ആ കാലമൊക്കെ. ശരിക്കും ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു കേട്ടോ. അങ്ങനത്തെ ഇതൊന്നും അല്ലല്ലോ, ഇപ്പോൾ ഒന്നില്ലെങ്കിൽ റെഡിമെയ്ഡ് കിട്ടും, ഉണ്ടാക്കാം. പക്ഷേ എല്ലാവർക്കും, മക്കൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും അതിനുള്ള നേരവും സമയമൊന്നും ഇല്ല എന്ന് വേണം പറയാൻ അല്ലേ. പക്ഷെ അതൊക്കെ നല്ലൊരു കാലം. അങ്ങനെ എല്ലാം കഴിഞ്ഞു, എൻ്റെ യജ്ഞം പൂർത്തിയായി. പിന്നെ അതിനുശേഷം നമ്മുടെ കുറച്ച് പട്ടി ഷോ ഉണ്ടല്ലോ അമ്മയുടെ മകളുടെ. അപ്പം അതിനുശേഷം താഴ്ത്തോട്ട് വെച്ചിരുന്നൊക്കെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ സമയം വന്നിട്ട് 12:30 മണിയായി ഉച്ചയ്ക്ക്. എനിക്ക് തോന്നുന്നു ഇത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. അതായത് ഇതിൻ്റെ രാവിലെയുള്ള സമയം കേട്ടോ. രാവിലെ ഞാനിപ്പോൾ ക്രിസ്മസ് ട്രീ അഴിച്ചില്ലേ, ഇതിൻ്റെ രാവിലെയുള്ള സമയം കേട്ടോ. അപ്പം വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ ബാഗില്ലേ നമ്മുടെ പിള്ളേരുടെ ബാഗ് ഞാൻ കഴുകാനിട്ടു. എക്സാം കഴിഞ്ഞു, 2 പേരുടെ എക്സാം കഴിഞ്ഞു. കുട്ടിക്ക് ഇപ്പം 2 വീക്സ് ആയക്കൂടി അവധിയുള്ളൂ. അതിനുശേഷം 10th സ്റ്റാർട്ട് ചെയ്യും. സെറക്കുട്ടിക്ക് അവരുടെ 3rd, അതായത് PA3 എന്ന് പറഞ്ഞ എക്സാം കഴിഞ്ഞു. പിന്നെ അവൾക്ക് നമ്മുടെ റെഗുലർ ക്ലാസ് പോലെ അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഉണ്ടാകും. പിന്നെ അവൾക്ക് പിന്നെ മറ്റേ സമ്മർ വെക്കേഷനൊക്കെ ആയിരിക്കും അവൾക്ക് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ കരുതി ഇവരുടെ ബാഗ് ഒന്ന് കഴുകാം. കാരണം എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനൊരു മൂഡ് തോന്നണം. ആ മൂഡ് തോന്നിയില്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. ഇപ്പം നല്ല മൂഡുണ്ടായിരുന്നു. ബാഗിലാണെങ്കിൽ നിറയെ അഴുക്കായിരുന്നു കേട്ടോ. 2 പേരുടെ ബാഗിൽ അഴുക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ജൂണിൽ യൂസ് ചെയ്ത് തുടങ്ങിയതാണല്ലോ. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സ്കൂളിലൊക്കെ പോവല്ലേ പിള്ളേർ. എത്ര സ്കൂൾ ബസ്സിലാണെന്ന് പറഞ്ഞാലും പൊടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ബാഗ് തന്നെ നമുക്ക് നെക്സ്റ്റ് ഇയർ യൂസ് ചെയ്യാമല്ലോ. അപ്പം ഈ സംഭവം ഉണ്ടല്ലേ, സ്ക്രബ്ബർ നല്ല സൂപ്പർ സംഭവമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് സോപ്പോ വെള്ളമൊക്കെ ഇട്ടിട്ട് കുറേ നേരം ഞാനത് അങ്ങോട്ട് അഴുക്ക് പോകാൻ വേണ്ടി അങ്ങ് ഡിപ്പ് ചെയ്തിടും. എന്നിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് 2-3 മുക്കൽ മുക്കിയിട്ട് അത് മുകളിൽ കൊണ്ടുവന്ന് ഉണക്കാനിട്ടാൽ മതി. നല്ല വെയിലാണ് കേട്ടോ, നല്ല അടാറ് വെയിലാണ്. സംഭവം നല്ല സൂപ്പർ ഡ്യൂപ്പറായിട്ട് നമുക്ക് ഉണങ്ങിക്കിട്ടും, ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പം എന്നോട് സെറക്കുട്ടി ചോദിക്കുമായിരുന്നു, അമ്മ അപ്പോൾ എനിക്ക് 2nd സ്റ്റാൻഡേർഡിൽ സെയിം ബാഗ് തന്നെയാണോ? ഞാൻ പറഞ്ഞു അത് മതി കേട്ടോ മോളെ എന്ന് പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞു.
അപ്പോൾ കുഴപ്പമില്ലല്ലോ, കാരണം നല്ല ബാഗാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അത് യൂസ് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ചുരിദാറൊന്ന് കാണിക്കണമെന്നൊക്കെ എനിക്കൊരു ആഗ്രഹം, കൊതി. അപ്പോൾ ഞാൻ ചുരിദാർ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ എല്ലാവരും കാണുന്നുണ്ടാവും, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. പിന്നെ വെറുതെ ഷോ കാണിക്കുന്നത് എൻ്റെ ചുമ്മാ ഒരു ഷോ. എന്തായാലും നമ്മളൊരു എന്താ പറയണത്, ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ബാങ്കിൽ പോയായിരുന്നു, SBIയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. SBIയിൽ പോയി അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ എടുത്തു. ബാങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല, അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ തിരിഞ്ഞ് നേരം കൊണ്ടിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ നമ്മളുടെ ബെസ്റ്റ് ബേക്കറിൽ വന്നു. പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കടപ്പലഹാരം കഴിക്കുന്നൊരു ശീലം അന്നും എന്നും ഇന്നും എന്നും ഒക്കെ ഉണ്ട്. നമുക്ക് ആരോഗ്യമുള്ളപ്പോഴൊക്കെയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. കുറച്ചുകൂടി പ്രായമാകുമ്പോൾ ഷുഗറൊക്കെ വന്നതൊക്കെ കഴിക്കാൻ പറ്റുമോ. അപ്പോൾ ധൈര്യമായിട്ടിരുന്ന് അങ്ങോട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഷാർജ ഷേക്ക്, പിന്നെ ഇവക്കുട്ടിക്ക് വന്നിട്ട് എന്തോ മിനി പിസ്സ വാങ്ങിച്ചു കൊടുത്തു. എനിക്കൊരു മറ്റേ ഏത്തക്കപ്പം ഞാൻ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ കേക്ക് കണ്ടപ്പോൾ ഞാൻ പറയുമായിരുന്നു കേട്ടോ, കുറേ നാളായി ഇതേ സെയിം കേക്ക് തന്നെ ഇവിടെ കാണുന്നത്, അപ്പോൾ ഇതൊക്കെ പോകുന്നില്ലേന്ന് ഞാനിങ്ങനെ ഇവനോട് ഞാൻ പറയുമായിരുന്നു കേട്ടോ. അവരാരെങ്കിലും കേട്ടാവോ, പറഞ്ഞു പോയി. പിന്നെ അതിന് ശേഷം നമുക്ക് എനിക്ക് ഈ കടേൻ്റെ ഞങ്ങൾക്ക് ഉണ്ണിയങ്കിൾ എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. നമുക്ക് ഇവിടുത്തെ എന്താ പറയുക ഓട്ടോ ഒക്കെ, അങ്കിളുടെ ഓട്ടോ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്കിളുടെ ഓട്ടോയൊക്കെയാണ് പോകാറൊക്കെ ഉള്ളത്. അപ്പോൾ അങ്കിൾ പറഞ്ഞതാണ് പൂക്കാട്ടുപടിയിൽ ഈ ഒരു കടയുണ്ട്, നല്ല കടയാണ്. അതായത് എനിക്ക് പെട്ടെന്ന് പണ്ടത്തെ ഒരു ഓർമ്മ വന്നു. നമ്മളിപ്പോഴല്ലേ ഈ പറഞ്ഞതുപോലെ സെൻട്രൽ സ്ക്വയർ, ലുലു അങ്ങനത്തെ, പിന്നെ അതുപോലെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ കടകളിലൊക്കെ കയറുമ്പോണ്ടല്ലോ നമുക്കൊരു പണ്ടത്തെ ഒരു അനുഭവമായിരിക്കും, നോസ്റ്റാൾജിക് അനുഭവമായിരിക്കും. വളരെ എന്താ പറയുക, എനിക്ക് അതിന് മിതമായിട്ടുള്ള വിലയൊക്കെയാണ് തോന്നിയത്. എനിക്കൊരു നോൾട്ടയുടെ ഒരു പാത്രം കിട്ടി ഇവിടെ നിന്നിട്ട്. ഞാനൊരു നോൾട്ടയുടെ ഒരു പാത്രം എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു പാത്രം എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ നോൾട്ടയുടെ ഒരു പാൻ എടുത്തു ഇവിടെ നിന്ന്. പിന്നെ ഇവക്കുട്ടിക്ക് ഒരു ഷൂ വാങ്ങിച്ചു, സ്കൂളിൻ്റെ ഷൂ വാങ്ങിച്ചു കേട്ടോ. പണ്ടത്തെ ഒരു കട, വർഷങ്ങളായിട്ടുള്ള കടയാണെന്ന് പറഞ്ഞു അങ്കിള്. അപ്പോൾ കുറച്ച് നേരം കയറി അതൊക്കെ കണ്ടു. പിന്നെ കണ്ടില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു, ഒത്തിരി ഉണ്ട്, ഉള്ളിലോട്ട് ഒത്തിരി ഉണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ടേക്കൊന്നും പോയില്ല. അപ്പോൾ എന്തോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പണ്ട് എൻ്റെയൊക്കെ ചെറിയ കാലത്തൊക്കെ ഇങ്ങനത്തെ കടകളിലൊക്കെ കയറി വാങ്ങിയ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം അവിടുത്തെ ചേട്ടനോട് പിന്നെ കുറച്ചൊരു വിശേഷമൊക്കെ പറഞ്ഞു. ഉണ്ണിയങ്കിൾ പറഞ്ഞിട്ടൊക്കെ വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പം ആ ചേട്ടൻ എനിക്കൊരു 50 രൂപ ഡിസ്കൗണ്ടൊക്കെ തന്നു. ഡിസ്കൗണ്ട് തരണം എന്നൊന്നും വിചാരിച്ചല്ല കേട്ടോ, വെറുതെ ഉണ്ണിയങ്കിൾ പറഞ്ഞതാണല്ലോ. ഉണ്ണിയങ്കിൾ റെഫർ ചെയ്യും, ഉണ്ണിയങ്ങളുടെ പേരൊന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പം ഡിസ്കൗണ്ടും കിട്ടി, വളരെ നല്ല കാര്യം, മനസ്സിൽ സന്തോഷം കിട്ടി. 50 രൂപയെങ്കിൽ 50 രൂപ നമുക്ക് ലാഭിക്കാമല്ലോ. അങ്ങനെ അവിടുത്തെ ആൻറ്റിയായിട്ടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞു. നോൾട്ടൺ ഞാൻ എടുത്ത പാൻ നല്ല പാനാണ് കേട്ടോ, ഞാൻ അടുത്ത ദിവസം എടുക്കുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല പാനാണ് അത്. പിന്നെ പിന്നെ അവിടെ കുറേ ഇങ്ങനെ കുഞ്ഞി എന്താ പറയുക സാധനങ്ങളും വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. ഞങ്ങൾക്ക് പിന്നെ ഷോപ്പിംഗ്, അതായത് നമുക്ക് ഗ്രോസറി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നും നമ്മൾ നോക്കാൻ തന്നില്ല, ഈ സാധനങ്ങൾ വാങ്ങിച്ചു. നമുക്ക് ഇനിയും പോകാമല്ലോ, നമ്മുടെ അടുത്ത് തന്നെയല്ലേ. കുറച്ച് ഒരു എത്രയാണ് പറയുക, 1 കിലോമീറ്റർ ഇല്ല പൂക്കാട്ടുപടി, തൊട്ടടുത്ത് തന്നെയല്ലേ. അപ്പം നമുക്ക് ഇടയ്ക്ക് പോയിട്ടൊക്കെ വാങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഞങ്ങളുണ്ടല്ലോ അങ്ങോട്ട് കരിഞ്ഞ് വല്ലാണ്ടായിപ്പോയി, ഭയങ്കര ഇതായിരുന്നു. സൺസ്ക്രീനൊക്കെ ഇട്ടതൊക്കെ എവിടെ പോയിന്നാവോ, ചുണ്ടിലെ ലിപ് ബാമൊക്കെ ഒലിച്ചു പോയി, നല്ല ചുണ്ടൊക്കെ നല്ല കറുത്തിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കേർഡ് എടുത്തു. പിന്നെ ഇത് നമ്മളുടെ പൂക്കാട്ടുപടിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ അത്യാവശ്യം എല്ലാനും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു കുടക്കീഴിലെല്ലാം എന്ന് പറഞ്ഞ പോലെ, വേറെ ഒന്നിനും നമ്മൾ പുറത്തോട്ട് കയറണ്ട, എന്താ പറയുക, എല്ലാം കിട്ടുമെന്ന് പറയത്തില്ലേ, അതേപോലത്തെ സംഭവം എനിക്കിഷ്ടമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ തേങ്ങ ചെരുവിയതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. ഇങ്ങനത്തെ പപ്പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പച്ചമുളക് പപ്പടം, ഇങ്ങനത്തെ പല ടൈപ്പ് പപ്പടങ്ങളൊക്കെ ഉണ്ടെന്നേ. പച്ചമുളക് പപ്പടം, പിന്നെ ഉള്ളിപ്പപ്പടം, പിന്നെ ക്യാരറ്റ് പപ്പടം, പിന്നെ വേറെ ഏതോ ഒരു ബീട്രൂട്ട് പപ്പടം, അങ്ങനത്തെ പപ്പടമൊക്കെ ഉണ്ട്. ഞാനൊരു എടുത്തില്ലായിരുന്നു ഞാൻ, കാരണം ഇവർ കഴിക്കത്തില്ല പപ്പടം, അങ്ങനെ വലിയ താല്പര്യമില്ല. സെറക്കുട്ടിക്ക് ഇഷ്ടമാണ്, ഇവക്കുട്ടിക്ക് അങ്ങനെ വലിയ കാര്യമല്ല. പിന്നെ ഞാൻ കഴിക്കും പപ്പടം കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ തൈരും അതേപോലെ പപ്പടവും അതുപോലെ മെഴുക്കുരട്ടിയും പപ്പടമൊക്കെ എനിക്ക് വേണം. അപ്പം ഞാൻ അമ്മാതിരി പപ്പടങ്ങളൊന്നും എടുത്ത് ഞാൻ പരീക്ഷിക്കാൻ നിന്നില്ല. പക്ഷെ കണ്ടപ്പം എന്തോ ഒരു മനസ്സിൽ എന്തോ അതൊക്കെ തോന്നി, എന്തെങ്കിലുമൊക്കെ തോന്നട്ടെ അല്ലേ. അങ്ങനെ പിന്നെ നമുക്ക് വന്നിട്ട് ഇനി കുറച്ച് വെജിറ്റബിൾസ്, ഈ വെജിറ്റബിളിനെ കണ്ടപ്പോണ്ടല്ലോ നമ്മുടെ മറ്റേ തെക്കിനിയിലെത്തിയ നാഗവല്ലിയുടെ പോലെ എന്നാണ് ഇവ എന്നോട് പറഞ്ഞത്. ഞാൻ വെജിറ്റബിൾസ് മാക്സിമം ഇവിടെ നിന്ന് എടുക്കാറുണ്ട്, കാരണം ഇവിടെ ഓർഗാനിക് ടൈപ്പും മറ്റേ വെജിറ്റബിൾസ് വരുന്നൊരു ഷോപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ പറഞ്ഞതുപോലെ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഇടയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. പിന്നെ ക്യാരറ്റ് അടി നമുക്ക്
ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതിലൊക്കെ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഒരിക്കലും നമ്മളുടെ ഇത് വാങ്ങാറില്ല കേട്ടോ, അധികം ഞാൻ വാങ്ങാറില്ല സാധാരണ. എനിക്ക് പേടിയാണ് വാങ്ങാൻ നമ്മളുടെ മുന്തിരി എടുക്കാത്തത് വേറൊന്നല്ല കേട്ടോ. ഒരു ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ്, എന്തോ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ മുന്തിരിയിൽ ഇങ്ങനെ എന്തൊക്കെയോ മിക്സ് ചെയ്യുന്നതും സ്പ്രേ ചെയ്യുന്നതൊക്കെ. അപ്പം മനസ്സിലൊരു പേടി. അത് പിന്നെ അതിന് ശേഷം അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഉച്ചയായിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ, ഉച്ചയല്ല വൈകിട്ടായി, 3 മണിയാകുമ്പോൾ പോകുന്നു. പിന്നെ വിശപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ട് അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെല്ലാം പിന്നെ അതാത് സ്ഥാനത്തെടുത്ത് വെക്കുന്ന ഒരു ടാസ്ക് ആണല്ലോ. വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ തന്നെ അതിരിക്കും. കാരണം ഞാൻ തന്നെ വേണമല്ലോ ഇതെല്ലാം ചെയ്യാൻ എന്നുള്ളൊരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടുണ്ടല്ലോ ഒന്നും പിന്നേക്ക് ഇടാറില്ല, അപ്പം തന്നെ എടുത്ത് വെക്കും. പിന്നെ കൂർക്ക കിട്ടിയിട്ടോ, ക്ലീൻ ചെയ്ത കൂർക്ക കിട്ടിയിട്ടോ. ക്ലീൻ ചെയ്യാണ്ട് കൂർക്ക കണ്ടാൽ ഞാൻ വാങ്ങില്ല കേട്ടോ, എനിക്ക് മടിയാണ് കൂർക്ക ക്ലീൻ ചെയ്യുന്നത്. എൻ്റെ അമ്മാമ്മയൊക്കെ പണ്ടുണ്ടല്ലോ പാവം കേട്ടോ, അടിച്ച് ചാക്കിലടിച്ച് ക്ലീൻ ചെയ്യും, എന്നിട്ട് പിന്നെ കത്തി കൊണ്ട് ക്ലീൻ ചെയ്യും. അതെല്ലാം ഇരുന്നിട്ട് എന്താ പറയുക, മൂക്ക് മുഷ്ട തിന്നുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പം അതേ നമ്മളുടെ സമയമായപ്പോൾ നമുക്കതെല്ലാം മടിയായി, എന്താ പറയല്ലേ. അപ്പം അത്രയൊക്കെയുള്ളൂ വിശേഷം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സി യു, ടേക്ക് കെയർ, ലവ് യു.